ഒരു ഉളുപ്പും നാണവും മാനവും ഇല്ലാതെ ഈ നാട്ടിലെ ജനങ്ങളെ മുമ്പിൽ നടന്നു പോകാൻ ആത്മാഭിമാനം കാണിക്കുന്ന പിണറായി വിജയന്റെ അഭിമാനക്ഷയത്തെ ഞാൻ കുറിച്ച് ദുഃഖിക്കുകയാണ്. ഇവിടെയെങ്കിലും കാണുമോ അങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ? എത്ര മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചിട്ടുണ്ട്? കെ കരുണാകരൻ കേരളം ഭരിച്ചു. നമ്മുടെ കോൺഗ്രസിന്റെ എത്ര മുഖ്യമന്ത്രിമാർ, 4-5 മുഖ്യമന്ത്രിമാർ കേരളം ഭരിച്ചില്ലേ? ആ ഭരിച്ച ഓരോ ഭരണത്തിലും അവരുണ്ടാക്കി വെച്ച നേട്ടങ്ങളുടെ പട്ടിക ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പിൽ ഒരു ലഘുലേഖയായി വിതരണം ചെയ്യാൻ ഞങ്ങൾക്ക് സാധിക്കും. പിണറായി വിജയന്റെ 9 വർഷത്തെ ഈ ഭരണത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പുരോഗതി, ഒരു വികസനം ഈ നാടിൽ കൊണ്ടുവന്നത് കാണിക്കാൻ പറ്റുമോ? ആശാവർക്കർമാരുടെ പാവം കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് കുടുംബം പോറ്റുന്ന ആശാവർക്കർമാർ ഒരു വർഷമായില്ലേ ഈ മഴയും വേലും കൊണ്ട് സമരം ചെയ്യല്ലേ? മനുഷ്യത്വമുണ്ടോ ഈ പിണറായി വിജയന്? തൊഴിലാളി വർഗത്തിന്റെ നേതാവാണത്രേ, അധ്വാനിക്കുന്നവന്റെ നേതാവാണത്രേ, കഷ്ടപ്പെടുന്നവന്റെ നേതാവാണത്രേ. ആശാവർക്കർമാർക്ക് എതിരെ വിടുക, ഒരു വർഷമായില്ലേ അവർ ഈ മഴയത്തും വെയിലത്തും സമരം ചെയ്യല്ലേ? അവരെ അവകാശമല്ലേ അവർ ചോദിച്ചത്? എന്തേ കൊടുക്കാത്തത്? അദ്ദേഹം ആരുടെ വക്താവാ? അദ്ദേഹം തൊഴിലാളികളുടെ വക്താവാണോ? കഷ്ടപ്പെടുന്നവന്റെ വക്താവാണോ? പട്ടിണി കിടക്കുന്നവന്റെ വക്താവാണോ പിണറായി വിജയൻ? CPM-കാർ മൈക്ക് കെട്ടി നാളെ ഉത്തരം പറയട്ടെ. ആണുങ്ങളെ പോലെ സറണ്ടർ ആവാ നിങ്ങൾക്ക്. ഞങ്ങൾ മാറണം, മാറ്റണം. ഈ ഭരണം മാറണമെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് നമ്മൾ വെട്ടിപ്പിടിക്കണം. ജനമനസ്സിൽ UDF-ന് സ്ഥാനമുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ സാധിക്കുന്ന, തിരഞ്ഞെടുപ്പിന് മുമ്പ് വരാൻ സാധ്യതയുള്ള ഏക തിരഞ്ഞെടുപ്പാണ് നമ്മുടെ തിരഞ്ഞെടുപ്പ്. ഈ തിരഞ്ഞെടുപ്പിന്റെ റീഡിംഗ് കേരളത്തിന്റെ രാഷ്ട്രീയത്തിന്റെ റീഡിംഗ് ആണ്. ആ റീഡിംഗ് UDF-ന് അനുകൂലമായി വരണമെങ്കിൽ ഈ തിരഞ്ഞെടുപ്പ് രംഗത്ത് ഷൗക്കത്ത് വിജയിച്ച് കടന്നു വരണം. എനിക്ക് നിങ്ങളോടൊന്നേ പറയാനുള്ളൂ, ഈ നാട് ഉണ്ടാക്കിയത് ഞങ്ങളാണ്, ഈ രാജ്യം ഉണ്ടാക്കിയത് ഞങ്ങളാണ്. ഈ രാജ്യത്ത് അരിയില്ല, സ്വാതന്ത്ര്യം കിട്ടിയ ഭാരതം എന്താണെന്ന് നിങ്ങൾക്കറിയാലോ? അരിയില്ല, തുണിയില്ല, പണിയില്ല, വിദ്യാഭ്യാസമില്ല, ശാസ്ത്രമില്ല, സയൻസ് ഇല്ല, ഒരു ചുക്കും ചുണ്ണാമ്പും ഇല്ലാതിരുന്ന ഒരു നാടാണ് ഭാരതം. ആരാണ് ഇവിടെ ഇതെല്ലാം ഉണ്ടാക്കിയത്? ഈ CPM പിണറായി വിജയനെ പോലത്തോനാണ് ഇന്ത്യ ഭരിച്ചതെങ്കിൽ നമ്മളിപ്പോ എവിടെയാ ഉണ്ടാവുക? നമ്മൾ കാളേനെയും മേച്ച് നടക്കുന്നുണ്ടാവും, വയലൂട്ടിയൊക്കെ. ഇവിടെ കോൺഗ്രസ് ഭരിച്ചത് കൊണ്ട് നിങ്ങൾക്കെല്ലാം വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി തന്നു. ഇവിടെ അരിയുണ്ട്, അന്ന് അരിയില്ല, ഇന്ന് അരിയുണ്ട്. 12 രാഷ്ട്രം അരി കയറ്റി അയക്കുന്ന നാട്ടിൽ ഒന്നാണ് ഇന്ത്യ രാജ്യം. ഇവിടെ വസ്ത്രമുണ്ട്, എല്ലാ രാജ്യത്തും വസ്ത്രമില്ല, ഇവിടെ വസ്ത്രമുണ്ട്. ഇന്ന് വസ്ത്രം കയറ്റി അയക്കുന്ന 13 രാജ്യത്തിൽ ഒന്നാണ് ഇന്ത്യ. വിദ്യാഭ്യാസമുണ്ട്, ആവശ്യാനുസരണം വിദ്യാഭ്യാസമുണ്ട്. ഞാനൊക്കെ വിദേശത്ത് പോയാൽ എന്നെ സ്വീകരിക്കുന്ന മലയാളികളായ പഠിക്കുന്ന കുട്ടികൾ, ചെറുപ്പക്കാർ, അവർ ജോലി ചെയ്യും, പഠിക്കുകയും ചെയ്യും, രണ്ടും നടക്കും. ഒരു ഭാഗത്ത് എത്ര 100 കണക്കിന് ആളുകൾ എന്നെ വന്ന് സ്വീകരിക്കുന്ന രംഗം ഞാൻ കാണുകയാണ്. ഇന്ത്യ രാജ്യത്തെ കുട്ടികൾ ലോകം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നു ചരിത്രത്തിന്റെ ഭാഗമായി. ഞാൻ ചോദിക്കട്ടെ, ആരാണ് ഇതിന്റെയൊക്കെ പിറകിൽ? കോൺഗ്രസ് അല്ലേ? കോൺഗ്രസ് അല്ലാത്തൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്തുണ്ടോ? ഉണ്ടെങ്കിൽ പറയട്ടെ, നിങ്ങൾ പറയണം. നിങ്ങൾ അതുകൊണ്ട് ഇവിടെ എല്ലാം ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. അരിയില്ലാത്ത നാട്ടിൽ അരി ഉണ്ടാക്കിയത് കോൺഗ്രസ് ആണ്. പഞ്ചവത്സര പദ്ധതി കൊണ്ടുവന്ന് മറ്റ് കൃഷി വെള്ളത്തിന്റെ സൗകര്യങ്ങൾ കൊണ്ടുവന്ന് കൃഷി നട്ട്, കൃഷി ഉണ്ടാക്കി, വളർത്തിയെടുത്ത് ഈ രാജ്യത്ത് നെല്ലുണ്ടാക്കി, നെല്ലുകുത്തി, അരി ഉണ്ടാക്കി, ഇത് കയറ്റി അയക്കുന്ന നാടായി ഇന്ത്യ നാട് മാറിയില്ലേ? ഇവിടെ ശാസ്ത്രമില്ല, സയൻസ് ഇല്ല എന്ന് പറഞ്ഞ നാടാ ഇന്ത്യ. ഇവിടെ ശാസ്ത്രജ്ഞന്മാരില്ല എന്ന് പ്രഖ്യാപിച്ച നാടാണ് ഇന്ത്യ. പക്ഷേ ഇന്ന് ലോകത്ത് ഒരു കണ്ടുപിടുത്തത്തിന്റെ പിറകിൽ ഒരു ഇന്ത്യക്കാരൻ ശാസ്ത്രജ്ഞൻ ഉണ്ടാകുമെന്ന് നിങ്ങൾ ഓർക്കണം.